ആൻഡ് ഫാമിലിയുടെ ഒരു പെർഫോമൻസ് ആണ് നമ്മളിപ്പോ കണ്ടത്. ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു. അതെ തീർച്ചയായിട്ടും ഒരു ഡൗട്ടും ഇല്ല. എസ്പെഷ്യലി അച്ഛൻ ഞെട്ടിച്ചു കളഞ്ഞ അച്ഛൻ കട്ടിലേടിന്ന് വന്ന സീനൊക്കെ കണ്ടായിരുന്നു. അച്ഛൻ പാമ്പ് പോലെയൊക്കെ വന്നു. അമ്മയ്ക്ക് എന്തൊരു നാണായിരുന്നു, കാലുകൊണ്ട് കളം വരയ്ക്കുന്നു, എന്തൊക്കെയായിരുന്നു. ദേവു പരിചയപ്പെടുത്ത ആരൊക്കെയാണെന്ന്. നിങ്ങൾ അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചു കേട്ടോ, രണ്ടുപേരും അടിപൊളിയായിട്ട് കളിച്ചു. അച്ഛൻ, ഇത് അമ്മ, ഇത് എന്റെ അമ്മയുടെ അനിയത്തിയുടെ മോൻ. ഓക്കെ, ദക്ഷിത്ത് പേര്. ഇത് ഹലോ, ഏത് ക്ലാസ്സിലാ പഠിക്കണേ? 2ാം ക്ലാസ്സിൽ. ഓക്കെ, എന്ത് ചെയ്യായിരുന്നു അവിടെ? ഇങ്ങനെ ചുമ്മാ ചിരിച്ചോണ്ടിരിക്കണ്ടായിരുന്നല്ലോ. ഇവിടെ എന്തായിരുന്നു പരിപാടി? എന്ത് ഫംഗ്ഷൻ ആയിരുന്നു ഇത്? ഒന്നുമില്ലേ? ഓക്കെ, ഇനി അടുത്ത ആള്. ഇത് അച്ഛന്റെ ചേട്ടന്റെ മോളാണ്, ശ്രുതി ചേച്ചി. ഓക്കെ, ഇത് എന്റെ അനിയൻ, സ്വന്തം അനിയൻ. ഇത് അച്ഛന്റെ ചേട്ടന്റെ മോള് തന്നെയാണ്. ഓക്കെ, കാർത്തിക. ഓക്കെ, സ്വന്തം അനിയന് പേരില്ലേ? ധീരവ്. ഹായ് ധീരവ്. എങ്ങനെയാ ദേവു? എങ്ങനെയാ വീട്ടില്? ചേച്ചി പാവാണോ കുറുമ്പിയാണോ? തല്ലുപിടിക്കാറുണ്ടോ രണ്ടുപേരും? അങ്ങനെയൊന്നുമില്ല, ഞാനാ ചേച്ചിയുടെ ആദ്യം വഴക്കുണ്ടാക്കുന്നത്. ആണല്ലേ? ഇവളുണ്ടാക്കുന്ന ഡിഷ് ഏതായിരുന്നു ഷാനിക്ക? മറ്റേ ഇത് മെഴുക്ക് പുരട്ടി, പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി. പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി തരാറുണ്ടോ? ഉണ്ട്. കേക്ക് ഉണ്ടാക്കൂന്നൊക്കെ പറഞ്ഞ് സത്യമാണോ അതൊക്കെ? സത്യവാ. ആണല്ലേ? ചേച്ചി ഉണ്ടാക്കി തന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാന്ന കേക്ക്? കഴിച്ചു നോക്കിട്ട് ചോക്ലേറ്റ് കേക്ക്. ഓ, അപ്പൊ ഇതൊക്കെ സത്യമാണ് ഷാനിക്ക. എന്നാലും ദേവു, അച്ഛന്റെ അമ്മയുടെയും കല്യാണം വീണ്ടും കാണാൻ പറ്റി. എന്ത് തോന്നുന്നു മോൾക്ക്? അച്ഛന്റെ പരാക്രമവും കാണാൻ പറ്റി. അവസാനം അച്ഛന്റെ തനി സ്വഭാവം. അച്ഛന്റെ കളവ് ഒഴിച്ച് ബാക്കിയെല്ലാം ഇഷ്ടപ്പെട്ടു. എല്ലാം ഇഷ്ടപ്പെട്ടു. ഓക്കെ, അമ്മ പറ. ഞാനെന്തു പറയാ, എങ്ങനെയുണ്ട്? അല്ല, ഞാൻ ശരിക്കും ചേട്ടൻ ഇത്രയും പെർഫോം ചെയ്യുന്ന പ്രതീക്ഷിച്ചില്ല. ചേട്ടന്റെ ശരിക്കുള്ള തനി സ്വഭാവം ഇപ്പൊ ഞാൻ കണ്ടു. ചേട്ടൻ എങ്ങനെയാ ശരിക്കും? ചേട്ടൻ ഭയങ്കര ഷൈ ആണ്, അങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല. പക്ഷെ മോക്ക് വേണ്ടിയിട്ടാണ് എന്തോ തട്ടേ കയറിയപ്പോ മട്ട് മാറി എന്ന് പറഞ്ഞില്ല, ചേട്ടനെ മാറിപ്പോയി. അങ്ങനെ വേണം. അതെ, മോൾക്ക് വേണ്ടി അത് ചെയ്തല്ലോ. മോക്ക് വേണ്ടിട്ട് അത് ചെയ്തു. അവക്ക് വേണ്ടിയല്ലേ ചെയ്യണ്ടേ? അതെ, അടിപൊളി. എന്നാൽ എങ്ങനെയുണ്ടായി അച്ഛാ എക്സ്പീരിയൻസ്? കുഴപ്പമില്ലായിരുന്നു. നിങ്ങളുടെ കല്യാണ ദിവസം എങ്ങനെയായിരുന്നു? ശരിക്കുള്ളതാണോ? ശരിക്കുള്ള കല്യാണ ദിവസം ഈ മനുഷ്യൻ എന്നെ കണ്ട മിണ്ടോ പോലും ഇല്ലായിരുന്നു. ഷൈ ആണല്ലോ. ഷൈ ആണല്ലോ. സാധാരണ കല്യാണം കഴിയുമ്പോ എല്ലാരും പകല് കുറച്ചേരം പെണ്ണിന്റെ കൂടെ ഇരിക്കാന്ന് വെക്കും. ഇത് കൂട്ടുകാരുടെ കൂടെ എവിടെയെങ്കിലും പോകും. ഒരു വൈകുന്നേരം ആയി കഴിയുമ്പോഴത്തേക്കാ നാണം കാരണം മുറിയുടെ വാതിൽക്ക് പോലും വന്ന് നിൽക്കുകയല്ലായിരുന്നു. ഭയങ്കര ഷൈയാണ് ആ മനുഷ്യനെ. ഇപ്പൊ ഇന്ന് ഇത്രയും കാണിച്ചു, അതാ എനിക്കൊരു. അപ്പൊ കല്യാണത്തിന് മുന്നേ നിങ്ങൾ സംസാരിച്ചിട്ടൊന്നുമില്ല? ഇല്ല. അത് വല്ലാത്ത കഷ്ടം. ഇപ്പൊ അമ്മയ്ക്കെന്താണോ ഈ മനുഷ്യൻ മുറിയുടെ പുറത്തു നിൽക്കുക. അതെന്താ അച്ഛാ സംസാരിക്കാനേ? മോശമായിപ്പോ. അങ്ങനെയായിരുന്നു, നാണമായിരുന്നു. ആണോ? അല്ല, എന്തിനാ നാണിക്കുന്നത്? അതിന് എന്തെങ്കിലും ഒരു കാരണം? ഭാര്യ എടുത്ത് അല്ല, ആദ്യമായിട്ട് കല്യാണം കഴിക്കുന്നുണ്ട്. പിന്നെ എല്ലാരും റിഹേഴ്സൽ എടുത്തിട്ടാണ് കല്യാണം കഴിക്കുന്നത്. നമ്മളെല്ലാം നമുക്കത് അടുത്തതിൽ ശരിയാക്കാം. ഇപ്പൊ ഇത് കല്യാണത്തിന്റെ റിഹേഴ്സൽ അതല്ല, ഞങ്ങള് വീട്ടിലെ ആണുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മക്കള്. പെൺമക്കളില്ല, പെങ്ങളുമാരില്ല. അപ്പൊ ആ ഒരു ഗ്യാപ്പുണ്ട്. പെണ്ണുങ്ങളുമായിട്ട് വലിയ മിങ്കിൾ ചെയ്യല. അന്ന് ഇപ്പൊ അല്ല കേട്ടോ, പെണ്ണുങ്ങളുമായിട്ടേ മിങ്കിൾ ചെയ്യൂ അല്ലേ? അച്ഛൻ എന്തൊക്കെയായാലും നിങ്ങളുടെ എന്താ പറയുക പെർഫോമൻസ് ബ്യൂട്ടിഫുൾ ആയിരുന്നു. എല്ലാം കൊണ്ട് അച്ഛനെ ആദ്യം ഓടുന്നാട്ടപ്പോ ഞാൻ വിചാരിച്ചു കൊച്ചുങ്ങൾ അമ്മ എടുത്തോ അമ്മ എന്ന് പറഞ്ഞോണം. ഈ ഭാര്യയായിട്ട് ഓട്ടിച്ചിട്ട് കഷ്ടപ്പാട്. ഞാൻ ആലോചിച്ചു കല്യാണത്തിന് ശേഷം എന്ത് ദുരിതമാന്ന്. ക്ലൈമാക്സ് ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് നമ്മൾ ആരും പ്രതീക്ഷിച്ചു. ഞങ്ങളൊക്കെ പേടിച്ചു, സത്യത്തിൽ പേടിച്ചിരുന്ന. സത്യം പേടിച്ചു. അണ്ണാച്ചി അണ്ണാ നോക്കണ്ട ഏതർത്ഥത്തിലാണ് നോക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞൂടാ. പക്ഷേ അവസാനം എടുത്തോണ്ട് ഓടിയത് ഒരു 1.5 പരിപാടി ആയിപ്പോയി. അല്ല, പല സ്ഥലത്തും ഇത് നടക്കുന്നുണ്ട് കേട്ടോ. കല്യാണം കഴിച്ചിട്ട് വലിയ നല്ല പിള്ളേന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് സ്വർണ്ണം അടിച്ചോണ്ട് എത്രയോ പേരുടെ പോയിട്ടുണ്ട്. നമുക്ക് അറിയാവുന്ന കുറച്ചേ ഉള്ളൂ. പക്ഷെ അറിയാതെ ഇതേ സിമിലർ ഇൻസിഡൻസ് നടത്തിയിട്ടുള്ള കുറേ സ്ഥലമുണ്ട്. അപ്പൊ സ്ത്രീകളൊക്കെ ഒന്ന് സൂക്ഷിക്കുക. കല്യാണം കഴിച്ചാൽ തന്നെ പൊന്നൊക്കെ എടുത്ത് എവിടെങ്കിലും കൊണ്ട് കാട്ടിലെങ്ങാനും വെച്ചിട്ട് വരിക. നിങ്ങളോട് എല്ലാരും കൂടെ പറഞ്ഞേക്കുന്നത്.
ഇവരൊക്കെ നന്നായിരുന്നു കേട്ടോ. കാർത്തികയും എന്താണ് പിന്നെ ശ്രുതി. ശ്രുതി എല്ലാവരും ഈ കുഞ്ഞുങ്ങൾ പീറികളും ഒക്കെ നന്നായിരുന്നു. അതിന്റെ മൊത്തത്തിൽ നല്ല രസമുണ്ടായിരുന്നു. അടിപൊളി. ബാക്കിയും കൂടി പറഞ്ഞു പാട്ടിനെ കുറിച്ച്. അതെ, എന്നാ പാട്ടിനെ കുറിച്ചുകൂടെ പറയൂ. പാട്ട് കേട്ടതേ ഇല്ല, ഇവരുടെ പരാക്രമം കാരണം. മക്കളെ ആ പാട്ട് ഓക്കെ മോളെ. എനിക്ക് ഈ പല്ലവിയുടെ അവസാനത്തെ ഒരു ലൈൻ ആദ്യം ആരും ഗുണം വന്നില്ല, പിന്നെ ലാസ്റ്റ് പല്ലവിയുടെ എൻഡ് അത് മൊത്തം കൈ വിട്ടു പോയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, അത് നമുക്ക് അങ്ങ് ക്ഷമിക്കാം അല്ലേ. ഈ അച്ഛനും അമ്മയ്ക്കും വേണ്ടി, അച്ഛൻ്റെ കള്ളത്തരത്തിന് വേണ്ടി നമുക്കത് ക്ഷമിക്കാം കേട്ടോ. ബാക്കിയൊക്കെ ഒരു രസമായിരുന്നു. ഈ മോക്ക് ഇത് ആരാ ഈ പാട്ട് സെലക്ട് ചെയ്തതെന്ന്? ഇത് അമ്മയും ഞാനും കൂടെ സെലക്ട് ചെയ്ത്. അച്ഛൻ എവിടെ ആയിരുന്നു? അച്ഛൻ ജോലിക്ക് പോയി. പാട്ടില്ല. അച്ഛൻ അങ്ങനെ പാട്ടിന്റെ പരിപാടിക്ക് വരാറില്ല. അച്ഛൻ പാട്ടിന് പോയി അല്ലേ? അല്ല, അച്ഛൻ ജോലിക്ക് പോയി. അത് തന്നെ. അത് ആയിക്കോട്ടെ. അത് നിങ്ങൾ അമ്മയും മോളും കൂടെ സെലക്ട് ചെയ്തതാ. അപ്പൊ ഇത് ആരാണ് ഇതിന്റെ സംഗീത സംവിധായകൻ, ലിറിസിസ്റ്റ് ആരാണെന്നൊക്കെ പറഞ്ഞ കേക്കട്ടെ. ആരാ പാടി? ലിറിക്സിസ്റ്റ് ഗിരീഷ് പുത്തഞ്ചേരി സാർ. ഓക്കെ. മ്യൂസിക് മോഹൻ സിത്താര സാർ. ഓക്കെ. പിന്നെ പാടിയത് ചിത്രാമ്മ. ഗുഡ് ഗുഡ് ഗുഡ്. അപ്പൊ മൊത്തത്തില് നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും അതിനിങ്ങനെ സപ്പോർട്ട് ചെയ്ത് അവരൊക്കെ വല്ലാണ്ട് എൻജോയ് ചെയ്യായിരുന്നു. അപ്പൊ എന്തെങ്കിലും ഫാമിലി എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലും കുറേ സന്തോഷം. നിങ്ങൾ അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ട് ജീവിക്കുക. എന്നെ നാണിക്കരുത് കേട്ടോ. നാണമൊക്കെ നിർത്തി. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് മക്കളെ. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ശ്രീനി സാർ, ദേവികയുടെ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്ന് തോന്നുന്നു. ഐ ഹോപ്പ് അല്ലേ? അന്ന് സാർ വന്നപ്പോ പാടാൻ പറ്റില്ല. നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ. താങ്ക് യു സാർ. ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഈ പാട്ടിൽ അങ്ങനെ പോവും. പിന്നെ ഈ പാട്ട് ശ്രദ്ധിച്ചേ ഇല്ല ശരിക്കും പറഞ്ഞ. ഈ എന്തൊക്കെയായിരുന്നു നടക്കുന്നത് ഇവിടെ. പിന്നെ അവസാനം ക്ലൈമാക്സ് കലക്കി. ഇത് ആ കുട്ടികളുടെ കൈയൊക്കെ അടിച്ച് പൊട്ടിച്ചെന്ന് തോന്നുന്നു. ഡിസ്ലൊക്കേറ്റ് ആയോ അങ്ങനെയൊക്കെ ഇദ്ദേഹം കൈയൊക്കെ ക്ലൈമാക്സ് കൊറിയോഗ്രാഫർ ഷാഹുലിന്റെ കഴിവാണ്. ഷാഹുലാണ് ഇത്ര നല്ല ഇത് പറഞ്ഞു തന്നത്. പെട്ടെന്ന് പറഞ്ഞു. നല്ല നല്ല ഗുഡ് തിങ്, നൈസ് ട്വിസ്റ്റ്. നല്ല സ്റ്റോറിയായി അവസാനം കലക്കി. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. എന്താണ് കോപ്പറേഷൻ അല്ല പാരൻസിന്റെ? സമ്മതിക്കണം, സ്നേഹം തന്നെയാണ് അത് അതിന്റെ റീസൺ. യു ലവ് ഹർ സോ മച്ച്. അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ചെയ്യില്ല. സോ ബിക്കോസ് യു ലവ് യുവർ ഡോട്ടർ സോ മച്ച് ആൻഡ് ദാറ്റ്സ് സോ നൈസ് ടു സീ. സന്തോഷം. താങ്ക് യു ശ്രീനി സാർ. ഷാനിക. ദേവൂട്ടി എന്തോ നന്നായിരുന്നു മോളെ. താങ്ക് യു സാർ. പക്ഷെ ഇവര് പറഞ്ഞ പോലെയാണ്, നമുക്ക് പാട്ടിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റണില്ല. ഇത്രയും ആക്ടിവിറ്റീസ് ഇങ്ങനെ ചുറ്റും നടക്കുമ്പോൾ ഒന്ന് ദേവുവിനെ നോക്കുമ്പോഴേക്കും ഇവരിങ്ങോട്ട് ഓടുന്നുണ്ടാവും. അപ്പൊ നമ്മൾ അങ്ങോട്ട് നോക്കും. പിന്നെ ഒന്ന് ദേവുവിനെ നോക്കും, ഇവരിങ്ങോട്ട് ഓടുന്നുണ്ടാവും. പിന്നെ അടുത്തോടെ ദേവന് അച്ഛൻ കട്ടലിന്റെ കീഴിൽ അച്ഛൻ എഴഞ്ഞൊക്കെ വരുന്നു. പക്ഷെ ഗംഭീരായിരുന്നു ആ ഹോൾ ആക്ട്. പിന്നെ നിങ്ങൾ രണ്ട് കസിൻസിന്റെ ഡാൻസ് ഒക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷെ എന്നെ ശരിക്കും ഞെട്ടിച്ചത് അച്ഛൻ ഓഫ് കോഴ്സ്. പക്ഷെ അമ്മ കാരണം അമ്മ എപ്പോഴും മോൾ അവിടുന്ന് പാടുമ്പോ ഒന്നിൽ കൃഷ്ണന്റെ ഫോട്ടോ ഇങ്ങനെ ഇരിക്കുന്ന ഒരു അമ്മ എന്തോ അമ്മ കലക്കി. അമ്മ ഇതിനു മുമ്പ് സ്റ്റേജ് കയറിയിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണോ? അങ്ങനെ പറയില്ല കേട്ടോ. ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആക്ടേഴ്സ് പോലെയായിരുന്നു നിങ്ങൾ രണ്ടുപേരും. എന്തായാലും ഇത് 100ാമത്തെ സ്റ്റേജാന്നേ തോന്നുന്നു. അതെ, ചെയ്തേക്കുന്നത് നിങ്ങൾ. അടിപൊളിയായിരുന്നു മോളെ പാട്ട്. കുറെ ഭാഗങ്ങളിലൊക്കെ ശ്രുതി ഇങ്ങനെ ചേരായ പോലെ തോന്നി. പിന്നെ അവസാനത്തെ പട്ട് കീറിപ്പോയി. എന്നാലും കുഴപ്പമില്ലായിരുന്നു. ഹോൾ ആക്ട് വാസ് വെരി എന്റർടൈനിങ് കേട്ടോ. ഓക്കെ മാം, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക. ദേവു മാത്സ് ചോദിക്കാം. ഓക്കെ ഷാനിക. ദേവുട്ടി എന്തോ 7.5. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക. ശരത് സർ. മോക്ക് 8 മാർക്ക് തരും. താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. സോ ടോട്ടൽ 15.5 മാർക്സ്. ഓക്കെ ദേവു.